ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമൃതയും അമൃത സുരേഷും അഭിരാമിയും കൂടെ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ റിയാക്ഷനാണ്. എന്താണെന്ന് ചോദിച്ചാൽ Q&A ആണ്, ആൾക്കാർക്ക് അവരോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. വലിയ പേമാരിയും കൊടുങ്കാറ്റും എല്ലാം കഴിഞ്ഞിട്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ആ കുട്ടികൾ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി, അവർ കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തമായ ചില കാര്യങ്ങൾ നമുക്ക് പണ്ട് നമ്മൾ അവരോട് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നു, കമൻറ്റിലൂടെ ചോദിക്കുകയൊക്കെ ചെയ്ത് അവരന്ന് മറുപടിയൊന്നും പറയാതിരുന്ന ചില കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം പാപ്പു വന്ന ആ വീഡിയോ ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമൃതയുടെ വശം പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് കുറേ പേര് പറഞ്ഞു, കുഞ്ഞു കൊച്ചായ പാപ്പു ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇത് എന്തിന് പാപ്പുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ അയച്ചത്. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞു കൊച്ച് വന്ന് ആ ഒരു വീഡിയോ സഹി കെട്ടിട്ടതിന് ശേഷമല്ലേ ഈ കലങ്ങിയ വെള്ളം ഇതുപോലെ 14 വർഷം കിടന്ന് ഈ ശരിക്കും പറഞ്ഞാൽ അമൃത നല്ല സൈബർ ബുള്ളിങ്, നല്ല സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടായിരുന്നു. അമൃത ഒന്നും മിണ്ടാതെ അത് മുഴുവൻ സഹിക്കുക ചെയ്ത്. അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഗോപി സുന്ദറൂടെ കടന്നു വന്നപ്പോഴത്തേന് അമൃത ജനങ്ങൾ ഒരു പരുവായിട്ട് നല്ല അറ്റാക്കായിരുന്നു. അപ്പോൾ ഈ 14 വർഷവും അമൃതയ്ക്ക് സത്യം പറഞ്ഞാൽ സ്വസ്ഥതയുള്ള ഒരു മനസ്സ് ഒരു ദിവസം പോലും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ടും അമൃത ഒരു കാര്യത്തെപ്പറ്റിയും തുറന്നു പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ കാര്യം. അമൃതയുടെ ഫ്രണ്ടാണ് അവസാനം പാപ്പു ഇട്ട വീഡിയോയുടെ തൊട്ട് പുറകെ അമൃതയുടെ ഫ്രണ്ട് കുറേ കാര്യം അവർ നേരിട്ട് കണ്ടതും അറിഞ്ഞതുമായ കുറേ കാര്യം അവരും ഒന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ അമൃതയോട് ഒരാൾ യഥാർത്ഥത്തിൽ ആ ചോദ്യം ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾ ഇതൊന്നും തുറന്നു പറയാതെ ഇങ്ങനെ അടക്കി വെക്കേണ്ട ഒരു കാര്യം എന്താ, ഇത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ തമാശയായിട്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ അതിന് അമൃത പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം. രണ്ട് കൈ തട്ടിയാണല്ലോ ശബ്ദം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക, കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് പറയണ്ട, മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാനും നമ്മൾ ഫുൾ ഫാമിലിയും മൊത്തത്തിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തിങ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിവോഴ്സ് നടന്ന സമയത്ത് ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ പേരിലായിരുന്നു ഡിവോഴ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡിവോഴ്സ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ദ പാർട്ടീസ് ആർ നോട്ട് അലൗഡ് ടു ടോക്ക് ഓർ ഇൻ്റർഫിയർ ഇൻ ഈച്ച് അതേഴ്സ് പേഴ്സണൽ. അതായത് നമ്മൾ രണ്ടുപേരും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയോ അയാളെക്കുറിച്ച് മോശം പറയുകയോ അയാളെക്കുറിച്ച് പരാമർശിക്കുകയോ മകളെ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരികയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ ഡിവോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വിക്ടിം കാർഡ് ആവുന്ന ഒരു സീനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വിക്ടിം കാർഡ് കളിക്കേണ്ട, എന്തിനാ വെറുതെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയണേന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവ നല്ല പേര് പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ മാതിരി തന്നെ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന കുറേയൊക്കെ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഒരു ഉത്തരം ഉണ്ടാവാമായിരുന്നു. അത് ശരിയാണ്. അമൃത വളരെ പക്വതയോടെയുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ ഉണ്ടായത്. അതായത് ഒന്നാമതായിട്ട് 2 കൈ കൊട്ടിയാലേ സൗണ്ട് കേൾക്കുള്ളൂ. നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ പോലും ശരിക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ പറയുന്നത്. അത് ചെറിയ കുഞ്ഞു ഫാമിലി പോലും നോക്കിയാൽ 2 ഭാര്യയും ഭർത്താവും ഒറ്റയെപ്പോലെ ജില്ലയില്ലെന്നും പറഞ്ഞ് കൈകൊട്ടിക്കളി കളിച്ചാലേ ആ വീട്ടിൽ വലിയ ബഹളം വെക്കുള്ളൂ. ഒരു പടി താഴെ നിന്നാൽ സോൾവ് ആയിപ്പോവും, പ്രശ്നമില്ല. അതവിടെ. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ നേരം പൊട്ടാപ്പൊട്ടിയാണെങ്കിൽ സോഷ്യൽ മീഡിയ കിടന്ന് പൊട്ടാപ്പൊട്ടിയൊക്കെ അതിൻ്റെ ആവശ്യമില്ല, ഒതുങ്ങി പോകാൻ നിർത്തും. രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഉള്ള എഗ്രിമെൻറ്റ്, പരസ്പരം ചെളിവാരി എറിയരുത്, കുട്ടിയാണേലും സോഷ്യൽ മീഡിയ കൊണ്ടുവരരുത്, ഒരാളുടെ ജീവിതത്തിൽ ഇടപെടരുത്, മറ്റൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ കയറി ഇടപെടരുത്, അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്നുള്ളൊരു രീതിയിൽ പോകണം എന്നുള്ളതാണ്. അത് സംഭവിച്ചു. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഒരു വിറ്റിംഗ് കാർഡിന്, അത് അഭിമാനമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും, വിറ്റിംഗ് കാർഡിന് ശ്രമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളും കൂടെ അമൃതയെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അമൃത അന്ന് 18 വയസ്സേ ഉള്ളൂ, ജീവിതം സ്വപ്നങ്ങളുമായിട്ട് കടന്നു പോയിട്ട് നിന്ന് ഇപ്പം അത് മുഴുവൻ തകർന്ന് വീഴുകയാണ് ചെയ്തത്. ആ കുട്ടിക്ക് അവിടെ പീഡനങ്ങളും കുപ്പിയോ ചേറും ആ കുഞ്ഞിനെ വരെ ഉപദ്രവിക്കുകയൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞു. എന്നിട്ടും ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ കുട്ടി അതെല്ലാം തുറന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കാര്യമാണ്, വിറ്റിംഗ് കാർഡ് ഇറക്കി എന്നും പറഞ്ഞ് വേണമെങ്കിൽ വിറ്റിമിനെ പ്രതിക്കൂട്ടിലാക്കി സമൂഹം ഉണ്ട് നമുക്കിവിടെ. എന്താണേലും എല്ലാം നല്ല പക്വതയോടെ എടുത്ത തീരുമാനമാണ് ആ പറഞ്ഞതല്ല, വെറുതെ അതിനൊന്നും പോകണ്ടാന്ന്. പക്ഷേ മറു സൈഡിൽ ഈ പറഞ്ഞ എഗ്രിമെൻറ്റുകളൊന്നും മറു സൈഡിൽ സംഭവിച്ചില്ല. മറു സൈഡിൽ മുഴുവൻ നേരം ഈ പറഞ്ഞ പോലെ എല്ലാം തന്നെ അവരവരുടെ എല്ലാം ജീവിതത്തിൽ കയറി ഇടപെടുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശരിക്ക് അമൃത അതെല്ലാം കീപ്പ് ചെയ്ത് അമൃത അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ 14 വർഷക്കാലം എരിഞ്ഞടങ്ങുക എന്ന് പറഞ്ഞ പോലെ ആ കുട്ടിയെ വളർത്തേണ്ടതും പിന്നെ സമൂഹത്തിൽ നിൽക്കുന്ന ഈ ഇടയ്ക്കിടയ്ക്കെല്ലാം വരുന്നുള്ള
കുത്തുവാക്കുകൾ, അങ്ങനെ ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ചെറുപ്രായത്തിൽ തന്നെ ആ ഐഡിയ സ്റ്റാർ സിംഗറിൽ അങ്ങനെ വന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞോടുകൂടി സത്യം പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മുഴുവൻ കെട്ടടങ്ങി പോയിട്ടുണ്ട്. ഒരു നല്ല കാലഘട്ടം അങ്ങനെ തന്നെ ആ കൊച്ചിൻ്റെ മാറിപ്പോയി. പിന്നെ ഇപ്പം ഈ ഗോപി സുന്ദർ എന്നെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞാണ് അതിൻ്റെ പേരിലൊരു കുറ്റം പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇത്രയധികം മെൻ്റൽ ട്രോമയിലൊക്കെ കൂടെ കടന്നുപോയ ഒരു കൊച്ച് അതിൻ്റെ ഒരു ഫീൽഡിൽപ്പെട്ട് ഒരാൾ ഒരു നല്ല ആളായിരിക്കും, ഒരു കൈത്താങ്ങാകും എന്ന് കരുതി ചിന്തിച്ച് അങ്ങോട്ടൊന്ന് പോയേന് അത്രയധികം നമ്മൾ അതിനെ ക്രൂശിക്കേണ്ട കാര്യമില്ല. അതും ചോദിച്ചു പോകുന്നില്ല. എന്നിട്ട് അവർ നേരെ പിരിഞ്ഞിട്ട് അവർ ഇന്ന് വരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെളിവാരി എറിഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ഈ അടുത്ത ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അമൃത പറയുന്നുണ്ട് 14 വർഷമായിട്ട് ഇപ്പോഴാണ് ഉറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ അമൃത അതിന് പാപ്പുവിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഈ 14 വർഷത്തിന് ശേഷം അമൃത ഉറങ്ങുന്നുണ്ട്. അത് പാപ്പു ഇട്ട ഒരു വീഡിയോടെയാണ് ഈ കലക്കവെള്ളം മുഴുവൻ തെളിഞ്ഞു കിട്ടി. അത് അമൃത പറയുന്നതെന്ന് കേൾക്കാം. നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറേ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സങ്കടവും ഒരു വെറുപ്പും ഒരു പ്രത്യേകതരം ഫീലിംഗ് ആയിപ്പോവും. നമ്മൾ എത്ര പോസിറ്റിവിറ്റി ഒക്കെ ചെയ്താലും എത്ര ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ചാലും. അപ്പോൾ അതിനൊക്കെ ഒരു എൻഡ് വന്ന് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞു, ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കുണ്ടായത് ഒരു റിലീഫാണ്. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ടൈം ഒരു 14 ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ട് എന്താ പറയുക, ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങി എല്ലാവരും. ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഡീപ്പ് ബെർത്ത് എടുക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിയാണ്, അനുഭവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ജയിൽ മോചിതനായ പോലെയാണ് അമൃതയെ സംബന്ധിച്ച്. ഇപ്പം 14 വർഷം കാരാഗ്രഹവാസം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് പാപ്പു വന്നൊരു വീഡിയോ ഇട്ട് സഹിയിട്ട് ആ കൊച്ചു പറഞ്ഞ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ. ആ പാപ്പുവിൻ്റെ ഒറ്റ വീഡിയോയിൽ ബാലയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തു. അതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ ഇനി ഇത് അധികം കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. ഇവിടെ പ്ലേ അങ്ങ് നിർത്തിയേക്കാം, ഗെയിം അങ്ങ് നിർത്തിയേക്കാമെന്ന് ബാലയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട്. സത്യം അതാണ്. അപ്പോൾ ബാലയുടെ വഴി പോയി. അതിന് മുന്നേ എന്താണ് ഇവിടെ ഗണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്, അതിലൊരെണ്ണം നിനക്കുള്ളതാ എന്നൊക്കെ പറഞ്ഞ് അമൃതയുടെ ഫാമിലിയെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത് അമൃതയുടെ വീട്ടിലാണെങ്കിൽ അച്ഛനും ഉപ്പില്ല, ഈ പെണ്ണുങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ പേടിപ്പിച്ച് നിർത്താൻ പിന്നെ പണവും സ്വാധീനവും എല്ലാം കൂടെയൊക്കെ വെച്ച് നല്ലപോലെ പേടിപ്പിച്ച് നിർത്തിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതെല്ലാം ഒഴിവായി കിട്ടി. ഇപ്പം ശാന്തമായിട്ട് ഉറങ്ങാൻ സത്യത്തിൽ ഇപ്പമാണ് അമൃതയ്ക്ക് സാധിക്കുന്നത്. ആദ്യകാലത്ത് നമ്മുടെ പ്രേക്ഷകർക്കാണേലും ആദ്യകാലത്ത് ഈ നന്മമരം കളിച്ചും ചാരിറ്റി ചെയ്തും എല്ലാം വന്ന് അമൃത ബാല നിൽക്കുന്നതുകൊണ്ടും പിന്നെ ഈ ബാലയുടെ ഇതനുസരിച്ച് ബാല കുട്ടിയെ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് മുഴുവൻ നേരം പറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ അമൃതയ്ക്ക് ജനങ്ങളൊരു വില്ലത്തി പരിവേഷം പോലെയാണ് കൊടുത്തിരുന്നത്. അവസാനമാണെങ്കിൽ ആ കരളുമാറ്റ ഓപ്പറേഷന് തൊട്ടു മുന്നേ അയ്യോ കുഞ്ഞിനെ ഒന്ന് കാണണേ എന്ന് പറഞ്ഞുള്ള നിലവിളി. അപ്പോഴാണ് സൂരജ് പാലക്കാരൻ്റെ നിമിഷങ്ങളെണ്ണി ഇപ്പം മരിക്കണ്ടേ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ. ആ വീഡിയോ കഴിഞ്ഞിട്ട് അയ്യോ അമൃത എന്നിട്ട് കാണിക്കുന്നില്ല എന്ന് ഓർത്ത് ജനങ്ങൾ മുഴുവൻ അമൃത എന്തായിരുന്നു. ആ സമയത്ത് ഏതായാലും അമൃത കൊണ്ടേ കാണിച്ച് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ എല്ലാവരോടും കൂടി സത്യത്തിൽ ഈ 14 വർഷത്തിനുള്ളിൽ അമൃത ശരിക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ ഇനി അഭിരാമിയുടെ ഒരു മറുപടി കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയ്യോ കഷ്ടം എന്ന് നമുക്ക് തോന്നിയ ഒരു മറുപടി അഭിരാമി പറയുന്നുണ്ട്. കല്യാണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അഭിരാമി പറയുവാണ് ഈ ഡിവോഴ്സ് ആവാത്ത ഒരു കല്യാണം വേണമെന്നാണ്. ആ കുട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരും അത് തന്നെ പറയുള്ളൂ. കാരണം ഒരു ബന്ധം കല്യാണം കഴിക്കാം, അത് യോജിപ്പില്ല, ഡിവോഴ്സ് ആവാം, ഓക്കെ, അത് അവിടെ കൊണ്ട് തീർന്നു. അങ്ങനെയാണ് സമൂഹത്തിൽ ഇപ്പം നടക്കുന്നത്. പക്ഷേ ഇവരുടെ ഫാമിലിയിൽ ഡിവോഴ്സിന് ശേഷമാണ് ഈ ദുരന്തം മുഴുവൻ വന്നുപെട്ടത്. അത് കാരണം അഭിരാമി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചാൽ ഒരിക്കലും ഡിവോഴ്സ് ആവാൻ പാടില്ലാത്ത ഒരു ബന്ധം എനിക്ക് കിട്ടണം. ആ കുടിയാ കൊച്ചു പറയുന്നുണ്ട് അതെൻ്റെ യോഗം പോലെയാണ്. പക്ഷേ ഡിവോഴ്സ് ആകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഡിവോഴ്സ് ആയതിനു ശേഷം ഇത്രയും അറ്റാക്കുകൾ ഏറ്റുവാങ്ങിയാണ് ആ കൊച്ചു ചെറുപ്പത്തിലെ തൊട്ട് കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്ന ആരെങ്കിലും കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കാര്യം, പിന്നെ തല കൊണ്ട് പോകും. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ അതിന് പേടിയാണ്. ഡിവോഴ്സ് ആവുമോ, ആയാലുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ചാണ് ആ കൊച്ചു ആലോചിക്കുന്നത്. അതേ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ അതിന് തോന്നുന്നില്ല. കാരണം അത് കണ്ടുപഠിച്ചത് ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഉള്ള അറ്റാക്കും ചേച്ചിയുടെ മാനസിക ട്രോമ ഇതൊക്കെ കണ്ട ആ കൊച്ചു ആ രീതിക്കാണ് ചിന്തിക്കുന്നത്. സത്യത്തിൽ കല്യാണം കഴിക്കുന്ന എല്ലാവരും ഡിവോഴ്സ് ആവണോ? എത്രയോ നന്നായിട്ട് ജീവിച്ചു പോകുന്ന കുടുംബം ഇവിടെ കൂടുതലുള്ള. അത് ആദ്യഘട്ടം. ഇനി രണ്ടാം ഘട്ടം ഡിവോഴ്സ് ആയോരോ. ഇവിടെ മഞ്ജു വാര്യരും ദിലീപിനെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അവർ ഡിവോഴ്സ് ആയതല്ലേ, എന്നിട്ട് പരസ്പരം ഇരുന്ന് ചെളി വാരി എറിയുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇന്നും എന്തെങ്കിലും മഞ്ജു വാര്യരോ ദിലീപോ പറഞ്ഞിട്ടുണ്ടോ? മഞ്ജു വാര്യർ ഈ അടുത്തൊരു
ഇൻ്റർവ്യൂവിൽ എന്തോ പഴയ സിനിമയുടെ അതൊക്കെ ചോദിച്ച ഒരു ക്ലിപ്പായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഉണ്ട്. അവിടെ മഞ്ജു വാര്യർ ഒരു ദിലീപേട്ടൻ എന്നാണ് പറയുന്നത്. മഞ്ജു വാര്യരുടെ വായിന്ന് ദിലീപേട്ടൻ എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ചെളിവാരി എറിയുന്നില്ല. അങ്ങനെ എല്ലാവരും 90% ആൾക്കാരും ഡിവോഴ്സ് കഴിഞ്ഞാൽ അവൻ്റെ വഴി അവൾക്ക് അവളുടെ വഴി അങ്ങനെ അങ്ങ് പോകുന്നവരേ ഉള്ളൂ. അല്ല പിന്നെയും പുറകെ നടന്ന് ഉപദ്രവിക്കുന്നവരൊന്നും ആരും തന്നെയില്ല. ഇന്നിപ്പോൾ ഡിവോഴ്സ് ആദ്യത്തെ ഒരു കല്യാണം നടക്കാനേ ബുദ്ധിമുട്ടുള്ളൂ, രണ്ടാം കല്യാണം നടക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. സമൂഹത്തെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സാണ് കൂടുതലിവിടെ. കല്യാണം കഴിക്കുക, ഇപ്പം സ്ത്രീകൾക്ക് നല്ല വരുമാനമുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുണ്ട്. അപ്പോൾ പുരുഷൻ്റെ അടിമത്തമായിട്ടൊന്നും സ്ത്രീകൾ നിൽക്കുകയില്ല. അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുണ്ട് അപ്പോൾ തന്നെ ഡിവോഴ്സ് ആകുന്നുണ്ട്, സിംഗിൾ മദർ ആയിരിക്കും. ചിലപ്പോൾ നല്ലതെന്ന് തോന്നി അടുത്ത കല്യാണത്തിന് അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെയാണ് ലോകം മാറിയിരിക്കുന്നത്. അല്ലാതെ എന്തും സഹിച്ച് സ്ത്രീകൾ അടിമയായിട്ട് കിടക്കുന്ന കാലമെല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. ഇവരുടെ ഈ ലൈഫിൽ മാത്രമാണ് ഇങ്ങനെ നടന്നു പോയത്, അല്ലാതെ എല്ലാവരുടെയും ഒന്നുമില്ല. അപ്പോൾ അഭിരാമി ആ പറയുന്ന അഭിപ്രായം കേട്ടിട്ട് ആ കൊച്ച് ഇത്രയും പേടിച്ചിരിക്കുകയാണല്ലോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയുള്ള അവരുടെ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.